Hi dears, B.Sc Nursing and Paramedical കോഴ്സുകൾക്ക് എങ്ങനെ നമുക്ക് ഓൺലൈനായി ആപ്ലിക്കേഷൻ ഫിൽ ചെയ്യാം. ഇതിന്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ നൽകുന്നത്. ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫിൽ ചെയ്യുന്നതിന് മുന്നേയായിട്ട് ചില കാര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി തയ്യാറാക്കി വെക്കണം. അതെന്തൊക്കെയാന്ന് നോക്കാം. അതായത് നമ്മുടെ ഇമേജസ് ആൻഡ് സർട്ടിഫിക്കറ്റ്സുകളാണ് നമ്മൾ റെഡിയാക്കി വെക്കേണ്ടത്. അത് എങ്ങനെയാണ് റെഡിയാക്കി വെക്കേണ്ടത് പറഞ്ഞുതരാം. ഓക്കെ, ഒന്നാമതായിട്ടൊരു ഫോട്ടോയാണ്. അപ്പൊ നിങ്ങൾ നല്ലൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കുക. ഒരു പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ടോട് കൂടിയിട്ടുള്ള ഒരു ലൈറ്റ് കളറോട് കൂടിയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിലുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കുക. ഇത് നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ച് എടുക്കുക. അത് എന്നിട്ട് JPG ഫോർമാറ്റിലേക്ക് മാറ്റുക. എന്നിട്ട് അതിന്റെ സൈസ് ഒന്ന് റെഡ്യൂസ് ചെയ്യണം. 200 പിക്സൽ ഹൈറ്റും 150 പിക്സൽ വിഡ്ത്തുമാണ് അതിന്റെ സൈസ്. അത് പിന്നെ ഇമേജ് അപ്ലോഡ് ചെയ്യേണ്ടത് 15 KB മുതൽ 30 KB സൈസിലാണ് ഇമേജ് അപ്ലോഡ് ചെയ്യേണ്ടത്. ആ സൈസ് മാറ്റി വെച്ച് നിങ്ങളൊരു ഫോൾഡറിൽ സൂക്ഷിച്ചു വെക്കുക. ഇത് നിങ്ങൾ കഫേയിലോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രത്തിൽ നിന്നാണെങ്കിൽ ചിലപ്പോൾ അവർ അവിടുന്ന് ചെയ്തു തരുന്നതായിരിക്കാം. ഓക്കെ, ഇത് അറിയാവുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ചിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. വലിയ പ്രയാസങ്ങളൊന്നുമില്ല. എല്ലാ ആപ്പുകളും ഒക്കെ ഉണ്ട്. ഫോട്ടോ റെഡ്യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഫോണിലുണ്ട്. ഓക്കെ, ഈ ഫോട്ടോയുടെ 1-2 കോപ്പികൾ, ഒരു എക്സ്ട്രാ 5 കോപ്പിയെങ്കിലും എടുത്തു വെക്കണം. കാരണം നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ്, ഡാറ്റാ ഷീറ്റ്, അലോട്ട്മെന്റ് മെമ്മോ ഇതിലൊക്കെ ഫോട്ടോ പതിക്കേണ്ടി വരും. അതിനൊക്കെ ഫോട്ടോ ആവശ്യമായിട്ട് വരും. അപ്പൊ അതൊരു എക്സ്ട്രാ കോപ്പി എടുത്തു വെക്കുക. ഓക്കെ, രണ്ടാമതായിട്ട് വേണ്ടത് നിങ്ങളുടെ സിഗ്നേച്ചർ ആണ്. അതായത് നിങ്ങൾ ഒരു വൈറ്റ് പേപ്പറിൽ അതിന്റെ സെന്ററിൽ സൈൻ ചെയ്യാം. ഓക്കെ, എന്നിട്ട് നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ച് ഫോട്ടോ എടുത്ത് അതിന്റെ സൈസ് ഒന്ന് റെഡ്യൂസ് ചെയ്യും. അത് നിങ്ങൾക്ക് ബ്ലാക്ക് ഓർ ബ്ലൂ ഇങ്ക് ഉപയോഗിക്കാവുന്നതാണ്. അതിന്റെ സൈസ് എത്രയാണ് കുട്ടികളെ? 100 പിക്സൽ ഹൈറ്റും 150 പിക്സൽ വിഡ്ത്തിലുമാണ് അതിന്റെ സൈസ് വേണ്ടത്. കൂടാതെ 10 KB to 30 KB സൈസിനുള്ളിലാക്കി നിങ്ങൾ വീണ്ടും അത് സേവ് ചെയ്ത് ഡെസ്ക്ടോപ്പിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലോ സേവ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി ഡോക്യുമെന്റ്സുകൾ എന്തൊക്കെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ വെബ്സൈറ്റിലും ഉണ്ട്. കൂടാതെ നമ്മുടെ വീഡിയോയിലൂടെയും പറഞ്ഞിട്ടുണ്ട്. അതായത് ജനറൽക്കാർ ഏതൊക്കെയാണ്, OBC അല്ലെങ്കിൽ SCBCക്കാർ ഏതൊക്കെയാണ്, OECക്കാർ ഏതൊക്കെയാണ്, SC/STക്കാർ ഏതൊക്കെ ഡോക്യുമെന്റ്സുകളാണ് അപ്ലോഡ് ചെയ്യേണ്ടത് പ്രത്യേകം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ ഡോക്യുമെന്റ്സുകളൊക്കെ തന്നെ നിങ്ങൾ ഓരോന്നും PDF ആയിട്ടാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ഏകദേശം 200 KB മുകളിൽ അതിന്റെ സൈസ് ആവാൻ പാടില്ല. അതും നിങ്ങൾ സ്കാൻ ചെയ്തിട്ട് ആ ഡോക്യുമെന്റ്സുകളൊക്കെ തന്നെ സ്കാൻ ചെയ്തിട്ട് നിങ്ങൾ സേവ് ചെയ്ത് വെക്കേണ്ടതാണ്. ഓക്കെ, ഇതാണ് ആദ്യത്തെ ഒരു പണി. ഇത് സാവകാശം ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം എളുപ്പമാണ്. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഇമേജ് അപ്ലോഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ പോവാതെ ഇരുന്ന് കഴിഞ്ഞാൽ അതിന്റെ സൈസ് ഒന്ന് കുറച്ച് കൊടുക്കേണ്ടി വരും. അപ്പൊ നിങ്ങൾ നോക്കുക, നിങ്ങളുടെ ഇമേജിന്റെ സൈസ് കറക്റ്റ് ആയാലുള്ള അപ്ലോഡ് വരുള്ളൂ. ഓക്കെ, ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനുള്ള സൈറ്റ് lbscenter.kerala.gov.in എന്ന സൈറ്റിൽ കയറി ഗൂഗിളിൽ പോയി നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോയിലേക്കാണ് കാണുന്നത്. ഈ ഭാഗത്താണ് എല്ലാ കാര്യങ്ങളും, നോട്ടീസ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ഭാഗമാണിത്. ഇവിടെ കണ്ടോ നിങ്ങൾ ന്യൂ കാൻഡിഡേറ്റ്സ് എന്ന ലിങ്ക് ഉണ്ട്. ന്യൂ കാൻഡിഡേറ്റ്സിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഒന്നാമത്തെ സ്റ്റെപ്പായ രജിസ്ട്രേഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ കുട്ടികളെ നമ്മൾ ആദ്യം ചെയ്യുന്നത് രജിസ്ട്രേഷൻ എന്നുള്ള സ്റ്റെപ്പാണ്. ഫസ്റ്റ് രജിസ്ട്രേഷൻ ആണ്. ഇതിൽ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ഫില്ല് ചെയ്യാനുള്ളൂ. നിങ്ങളുടെ SLC ബുക്കിന്റെ അകത്ത് എന്താണോ നിങ്ങളുടെ സ്പെല്ലിംഗ് അതാണ് ഇവിടെ കൊടുക്കേണ്ടത്. നെയിം, അതിനുശേഷമാണ് ഇനീഷ്യൽ കൊടുക്കേണ്ടത്. ഇവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അഡ്രസ് കൊടുക്കുക. ഇനി എന്തെങ്കിലും ഹൗസ് നമ്പർ, സ്ട്രീറ്റ്, പ്ലേസ് ഇതെല്ലാം നിങ്ങൾ ഇവിടെ കൊടുക്കാവുന്നതാണ്. ഡിസ്ട്രിക്ട് ഇവിടെ തന്നെ നിങ്ങൾക്ക് കിട്ടും. ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സ്റ്റേറ്റ് കേരളയാണ്. പിന്നെ പോസ്റ്റ് ഓഫീസ്, പിൻകോഡ്, മൊബൈൽ നമ്പർ ആണ്. ഒരു വാലിഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ ആയിരിക്കണം. അത് നിങ്ങളുടെയോ നിങ്ങളുടെ പാരന്റിന്റെയോ ആയിരിക്കണം. അല്ലാതെ വേറെ പ്രൈവറ്റ് ഏജൻസിന്റെ ഒന്നും കൊടുക്കരുത്. നിങ്ങളുടെ മൊബൈൽ നമ്പർ തന്നെ കൊടുക്കുക. വേറൊരു നമ്പർ കൂടി ചോദിക്കുന്നുണ്ട്. ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മതി. ഓൾട്ടർനേറ്റ് ഫോൺ നമ്പർ ആണ് ചോദിക്കുന്നത്. പിന്നെ നിങ്ങൾ ഒരു ഇമെയിൽ ID ആണ്. ഇതില്ലാത്തവരൊരു ഇമെയിൽ ID ഉണ്ടാക്കിയാൽ മതി. ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു ഇമെയിൽ ID. പിന്നെ ജെൻഡർ ചോദിക്കുന്നുണ്ട്. ഡേറ്റ് ഓഫ് ബർത്തും കറക്റ്റ് ആയിട്ട് ഇവിടെയൊക്കെ ഫില്ല് ചെയ്യണം. കറക്റ്റ് ആയിട്ട് കൊടുക്കണേ കുട്ടികൾ. അത് പലരും തെറ്റിച്ചിട്ടുണ്ട്. റിലീജിയൻ ആണ് ചോദിക്കുന്നത്. ഹിന്ദു ആണെങ്കിൽ ഹിന്ദു, ക്രിസ്ത്യൻ, ഇസ്ലാം, അതേഴ്സ് ആണ്. ഓക്കെ, അതിനുശേഷമാണ് നമ്മൾ ഇങ്ങനെയുള്ള എല്ലാ പേഴ്സണൽ ഡീറ്റെയിൽസും ഫില്ല് ചെയ്തതിന് ശേഷം നിങ്ങൾ ഒന്നും കൂടി ചെക്ക് ചെയ്തതിനു ശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഞാനൊന്ന് ഫില്ല് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാം. അപ്പൊ കുട്ടികളെ രജിസ്ട്രേഷൻ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസും അഡ്രസ്സും കാര്യങ്ങളെല്ലാം കൊടുത്തു. ഇവിടെ സേവ് ആൻഡ് കണ്ടിന്യൂ ബട്ടൺ ഞാൻ പ്രസ് ചെയ്യുന്നു. അപ്പൊ രജിസ്ട്രേഷൻ കൺഫർമേഷൻ പേജ് ആണ് പിന്നീട് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും എറേഴ്സോ മിസ്റ്റേക്കുകളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ചസ് റിക്വയർഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ചേഞ്ചസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ചേഞ്ച് വരുത്താവുന്നതാണ്. ചേഞ്ചസ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ അതിൽ പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ഞാൻ കൺഫേം കൊടുക്കുകയാണ്.
ഇതാണ് കുട്ടികളെ വന്നിരിക്കുന്ന ഒരു വിൻഡോ. ഇവിടെ എന്റെ ആപ്ലിക്കേഷൻ നമ്പർ ജനറേറ്റ് ആയിട്ടുണ്ട്. കൂടാതെ നിങ്ങൾ ഒരു പാസ്വേഡും ഉണ്ടാക്കണം. അതെല്ലാം നിങ്ങൾ സീക്രട്ട് ആയിട്ട് വെക്കേണ്ടതാണ്. ഇവിടെ അടുത്തതാണ് മോഡ് ഓഫ് പേയ്മെന്റ് ചോദിക്കുന്നുണ്ട്. രണ്ട് രീതിയിലാണ്, നമ്മൾ രണ്ട് രീതിയും പറഞ്ഞുതരാം. അതായത് ഫെഡറൽ ബാങ്കിൽ ചലാൻ മുഖാന്തരമാണോ അല്ലെങ്കിൽ ഓൺലൈൻ നെറ്റ് ബാങ്കിങ് ഓർ ക്രെഡിറ്റ് കാർഡ് മുഖാന്തരമാണോ ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ പ്രിന്റ് ചലാൻ കൊടുത്താൽ നമുക്ക് ആ ചലാന്റെ പ്രിന്റ് ഔട്ട് കിട്ടുന്നതായിരിക്കും. അപ്പൊ ഞാൻ ഇതാണ് പ്രിന്റ് ചലാൻ കൊടുത്തു. അപ്പൊ കുട്ടികളെ ഇതാണ് ചലാന്റെ ഫോം. ഇത് ഫില്ല് ചെയ്തിട്ടാണ് നമ്മൾ ഫെഡറൽ ബാങ്കിൽ കൊണ്ട് കൊടുക്കേണ്ടത്. 3 കോപ്പി ഉണ്ട് കുട്ടികളെ ഇത്. അതായത് ബാങ്ക് കോപ്പി ഉണ്ട്, ഇത് ബാങ്കിൽ കൊടുക്കുക. ഇവിടെ മുറിച്ചെടുത്തിട്ട് നിങ്ങൾ ബാങ്കിൽ കൊടുക്കുക. കാൻഡിഡേറ്റ് കോപ്പി ഉണ്ട്, ഇത് നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കേണ്ട കോപ്പി ഉണ്ട്. കൂടാതെ ഒരു ഓഫീസ് കോപ്പിയും ഉണ്ട്. ഇവിടെ പോയി കഴിഞ്ഞാൽ പ്രിന്റ് ഓപ്ഷൻസും കാണാവുന്നതാണ്. വളരെ സിമ്പിൾ പ്രോസസ് ആണ്. പക്ഷെ നമ്മൾ ഫെഡറൽ ബാങ്കിൽ നേരിട്ട് പോയി പണം അടച്ചു കഴിഞ്ഞാൽ 24 മണിക്കൂറിന് ശേഷമേ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാൻ സാധിക്കുള്ളൂ. അടുത്ത സ്റ്റെപ്പായ നിങ്ങളുടെ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യാനും നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് പണം അടച്ചതിന് ശേഷമേ ഫർദർ പ്രൊസീജിയർ ചെയ്യാൻ സാധിക്കുള്ളൂ. ഇനി നമ്മൾ കൊടുക്കുന്നത് മോഡ് ഓഫ് പേയ്മെന്റ് ഓൺലൈൻ നെറ്റ് ബാങ്കിങ് ആണെങ്കിൽ നമ്മൾ ആ ഭാഗം ആണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ നമ്മൾക്ക് ഇവിടെ ഓൺലൈൻ നെറ്റ് ബാങ്കിങ് ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് എന്ന് ചോദിക്കുന്നുണ്ട്. മേക്ക് പേയ്മെന്റിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇവിടെ നമുക്ക് ചോദിക്കുന്നുണ്ട് ഏത് രീതിയിലാണെന്നുള്ളത്. ഇത് ഓരോരുത്തരുടെയും സൗകര്യം പോലെ ചെയ്യാവുന്നതാണ്. നെറ്റ് ബാങ്കിങ് ആണ്, നെറ്റ് ബാങ്കിങ് ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇവിടെ ഞാൻ കണ്ടിന്യൂ ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ ഈ രീതിയിലാണ് ചോദിക്കുന്നത്. കാർഡ് നമ്പർ കൊടുക്കണം, നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ പേ കൊടുക്കാവുന്നതാണ്, പേ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഓൺലൈൻ പേയ്മെന്റ് ആണ് നടത്തിയിരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ആ വെബ് പേജിലേക്ക് തന്നെ വരാവുന്നതാണ്. അപ്പൊ നിങ്ങൾ ഓൺലൈൻ പേയ്മെന്റ് അടച്ചതിന്റെ ഒരു റെസിപ്റ്റ് കിട്ടും. അവിടെ പ്രിന്റ് റെസിപ്റ്റ് എന്നുള്ള ഒരു ബട്ടൺ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് അത് ഡൗൺലോഡ് എടുത്ത് കയ്യിൽ സൂക്ഷിക്കാവുന്നതാണ്. ചലാൻ രീതിയിലാണ് പേയ്മെന്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫെഡറൽ ബാങ്കിൽ പോയി ചലാൻ അടച്ചിട്ടാണെങ്കിൽ നിങ്ങൾ കിട്ടിയിരിക്കുന്ന ചലാൻ നമ്പറും ബ്രാഞ്ച് ആൻഡ് പേയ്മെന്റ് ഡേറ്റും കൂടി ഇവിടെ കൊടുക്കുക. ഇങ്ങനെയായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അപ്പൊ ആ രീതിയിലേക്ക് നിങ്ങൾക്ക് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത പേജിലേക്ക് പോകാൻ പറ്റുന്നതാണ്. ഒരു പാസ്വേഡ്, അടുത്തതായിട്ട് ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാണ്. നമുക്ക് 8 ക്യാരക്ടേഴ്സ് മിനിമം വേണ്ടതാണ്. അതായത് അതിൽ ക്യാപിറ്റൽ ലെറ്ററും നമ്പറും സ്പെഷ്യൽ ക്യാരക്ടറും വേണം. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ആമിൽ ഒരു ക്യാപിറ്റൽ ലെറ്റർ വന്നു. ആമിൽ അറ്റ് ഒരു ക്യാരക്ടറാണ് @123. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ചെയ്യണം. എല്ലാ രീതിയിലും ക്യാപിറ്റൽ ലെറ്റർ, സ്മോൾ ലെറ്റർ, ഒരു സ്പെഷ്യൽ ക്യാരക്ടർ, നമ്പർ, ഈ രീതിയിൽ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾ സെക്യൂരിറ്റി സെറ്റിംഗ്സിൽ കൊടുക്കേണ്ടതാണ്. നിങ്ങളെ പാസ്വേഡ് എന്താണോ ഇവിടെ നിങ്ങളുടെ പാസ്വേഡ് കൊടുത്ത് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ സ്റ്റെപ്പ് 3യിലേക്കാണ് കടക്കുന്നത്. അതായത് നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ നമ്പർ ഇവിടെ ജനറേറ്റ് ചെയ്തിട്ടുണ്ടാകും. കൂടാതെ നിങ്ങളുടെ ഇമേജസ് ആണ്, അതായത് ഇമേജസും സർട്ടിഫിക്കറ്റുകളും അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപ്പൊ ഇവിടെ നിങ്ങളുടെ കാൻഡിഡേറ്റ്സിന്റെ ഫോട്ടോഗ്രാഫ് ആണ് അപ്ലോഡ് ചെയ്താൽ ഇവിടെ വരുന്നത്. അപ്പൊ ഇവിടെ ചൂസ് ഫയൽ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഡെസ്ക്ടോപ്പിലാണെങ്കിൽ അവിടെ ഇത് ക്ലിക്ക് ചെയ്ത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഫോട്ടോ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ അപ്ലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഫോട്ടോ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ സൈസ് ഒക്കെ ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്നിട്ട് ക്ലിക്ക് അപ്ലോഡ് ബട്ടൺ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോട്ടോ ഇവിടെ വരുന്നതായിരിക്കും. ഇവിടെ നിങ്ങളുടെ ഫോട്ടോ വരും. ഓക്കെ, രണ്ടാമതായിട്ട് അപ്ലോഡ് ചെയ്യേണ്ടത് നിങ്ങളുടെ സിഗ്നേച്ചർ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വൈറ്റ് പേപ്പറിന്റെ അകത്ത് നിങ്ങൾ നടുക്ക് സെന്ററിൽ സൈൻ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ അത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അത് ഇവിടെ തന്നെ നിങ്ങൾ എവിടെയാണോ ഫയലിൽ ക്ലിക്ക് ചെയ്ത് ആ ഫയലിൽ നിന്ന് ഇവിടേക്ക് ബ്രൗസ് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾ അപ്ലോഡ് ബട്ടൺ കൊടുത്താൽ ഇവിടെ നിങ്ങളുടെ സിഗ്നേച്ചർ വരുന്നതായിരിക്കും. ഓക്കെ, എന്നിട്ട് നമ്മൾ പ്രൊസീഡ് ബട്ടൺസ് കൊടുക്കാവുന്നതാണ്. അപ്പൊ 2 കാര്യങ്ങൾ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് അപ്ലോഡ് ചെയ്തു. ഫോട്ടോയും സിഗ്നേച്ചറും കൊടുത്തു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മൾ സിഗ്നേച്ചറും ഫോട്ടോഗ്രാഫും കൊടുത്ത് പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമുക്ക് പേഴ്സണൽ ഡാറ്റ ഷീറ്റ് ആണ്, നമ്മുടെ പേഴ്സണൽ ഡാറ്റ ഷീറ്റ് ആണ് ഇനി ഫില്ല് ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങൾ വളരെ കെയർഫുൾ ആയിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസുകൾ ഫില്ല് ചെയ്യേണ്ടതാണ്. ഡോക്യുമെന്റ്സുകൾ ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ റിസർവേഷൻ, നേറ്റിവിറ്റി, എല്ലാ കാര്യങ്ങളും, സ്പെഷ്യൽ റിസർവേഷൻ കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. എല്ലാം ഓരോന്നും അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതൊരു ഗ്രീൻ ടിക്ക് മാർക്കായിട്ട് ഇങ്ങനെ വരുന്നതായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും. ഇത് ചെയ്ത് നോക്കിയാൽ വളരെ എളുപ്പമാണ്, വലിയ പ്രയാസങ്ങളൊന്നുമില്ല. ഈ പറയുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ. നിങ്ങൾ ആ ഒരു ലൈവിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ലിങ്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പെർമനന്റ് അഡ്രസ് കാര്യങ്ങൾ കൊടുക്കുക. നിങ്ങളുടെ മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ വീണ്ടും ഓൾട്ടർനേറ്റ് നമ്പേഴ്സ് കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം നിങ്ങൾ ചില കോളങ്ങളൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ടാകാം. അത് ഓൾറെഡി ഉള്ളത് അങ്ങനെ തന്നെ നിന്നോട്ടെ. ഓക്കെ, ഇവിടെ ഡേറ്റ് ഓഫ് ബർത്തും നിങ്ങൾ ഫില്ല് ചെയ്തിട്ടോ.
പിന്നെ വേണ്ടത് പ്രൂഫ് ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. നിങ്ങളുടെ SLCയുടെ കോപ്പി അത് PDF ഫോർമാറ്റിലായിരിക്കണം. 200K സൈസ് കുറവുള്ള സൈസ് ആയിരിക്കണം. ഇവിടെ ചൂസ് ഫയൽ ചോദിക്കുന്നുണ്ട്. ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചൂസ് ഫയലിൽ ഇവിടെ അപ്ലോഡ് ബട്ടൺ കൊടുത്താൽ ഇവിടെ അപ്ലോഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടെ നേറ്റിവിറ്റി ചോദിക്കുന്നുണ്ട്. അതിൽ നിങ്ങൾ കേരളൈറ്റ് ആണോ നോൺ കേരളൈറ്റ് ആണോ ഇവിടെ കോളം ടിക്ക് ചെയ്താൽ വരുന്നതാണ്. ഓക്കെ, അത് ഏതാണ് നിങ്ങൾ ഇപ്പോൾ കേരളത്തിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ കേരളത്തിലായിരിക്കും. അപ്പൊ അവർ അതിന്റെ SLCയുടെ കോപ്പി ഇവിടെ ചൂസ് ഫയലിൽ ഉണ്ടാവും. നിങ്ങൾ ആദ്യം ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് അപ്ലോഡ് ചെയ്ത് ഇവിടെ അപ്ലോഡ് ബട്ടൺ കൊടുക്കാവുന്നതാണ്. ഇതേപോലെ തന്നെയാണ് റിലീജിയൻ ഏതാണെന്ന് നിങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ടോ, മുസ്ലിം ആണോ ഹിന്ദു ആണോ കൊടുത്തിട്ടുണ്ടോ, അത് നിങ്ങൾ അതിന്റെ ഡോക്യുമെന്റ്സുകൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഇനി ഓരോന്നും നിങ്ങളോട് ഫില്ല് ചെയ്യാനാണ് ചോദിക്കുന്നത്. ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് ഫില്ല് ചെയ്ത് ഇവിടെ തന്നെ അതിന്റെ ഓപ്ഷൻസ് ഉണ്ടാകും. നിങ്ങളോട് കമ്മ്യൂണിറ്റി ചോദിക്കുന്നുണ്ട്. എന്താണോ ഇവിടെ ഉള്ളത് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മനസ്സിലാവും. ഇന്റർകാസ്റ്റ് മാരേജ് ആണോ ചോദിക്കുന്നുണ്ട്. ഓക്കെ, മൈനോറിറ്റി കമ്മ്യൂണിറ്റി കോട്ട ആണെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതുണ്ട്. മുസ്ലിം ക്രിസ്ത്യൻസ് ഒക്കെ മൈനോറിറ്റി കമ്മ്യൂണിറ്റി പെട്ടവരാണ്. അപ്പൊ മൈനോറിറ്റി കമ്മ്യൂണിറ്റി കോട്ട ഉള്ളവരാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാവുന്നത്. നിങ്ങൾ വെദർ കംസ് അണ്ടർ നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റിലാണെങ്കിൽ നിങ്ങൾ യെസ് കൊടുക്കാവുന്നതാണ്. പിന്നെ കമ്മ്യൂണൽ റിസർവേഷൻ കാറ്റഗറി ഏതാണോ നിങ്ങൾ ഇവിടെ നോക്കുക. അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഓരോന്നിനും ഇവിടെ സെലക്ട് ബട്ടൺസ് ഉണ്ട്. ഈ സെലക്ട് ബട്ടണിൽ വെദർ OEC ആണോ ചോദിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ ആനുവൽ ഇൻകം വെദർ കംസ് EWS ആണോ, ഈ കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ ചോദിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങളുടെ റിസർവേഷൻ ഏതൊക്കെയാണോ അതിന്റെ നേരെ ടിക്ക് ചെയ്ത് അതിന്റെ ഡോക്യുമെന്റ്സുകൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. സ്പെഷ്യൽ റിസർവേഷൻസ് കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ ഫില്ല് ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ്. അപ്പൊ ഇതിന്റെയൊക്കെ ഡോക്യുമെന്റ്സുകളും നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഇനി നിങ്ങളോട് ക്വാളിഫയിങ് എക്സാം ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്. അപ്പൊ ക്വാളിഫയിങ് എക്സാമിനേഷൻ പാസ്ഡ് ഓർ അപ്പിയറിംഗ് ആണ്. ഇപ്പൊ എല്ലാവരും പാസ്ഡ് തന്നെയാണ്. ഇനി ഏതാണോ സ്കീം എന്ന് ചോദിക്കുന്നുണ്ട്. VHSC ആണോ +2 ആണോ CBSE ആണോ എന്നുള്ളത്. പിന്നെ നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് നമ്പർ ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ആണ് ചോദിക്കുന്നത്. കുട്ടികളെ ഇവിടെ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാകും. ആരാണ് ഹോൾ ടിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അതായത് ഈ വർഷം 2022 +2 പാസ്സായ കുട്ടികൾ, +2 അല്ലെങ്കിൽ VHSC പാസ്സായ കുട്ടികൾ അവരുടെ ഹോൾ ടിക്കറ്റ് നമ്പർ തെറ്റുകൂടാതെ രേഖപ്പെടുത്തുകയും അവർ ഹോൾ ടിക്കറ്റിന്റെ കോപ്പി അപ്ലോഡ് ചെയ്യുകയുമാണ് വേണ്ടത്. ഇനി പലരുടെയും കയ്യിൽ ഹോൾ ടിക്കറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിന്റെ കോപ്പി അപ്ലോഡ് ചെയ്താൽ മതി. അതായത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് മാർക്ക് ലിസ്റ്റിന്റെ കോപ്പി അപ്ലോഡ് ചെയ്താൽ മതിയാവുന്നതായിരിക്കും. മാർക്ക് ലിസ്റ്റ് നിങ്ങൾ അവിടെ എൻ്റർ ചെയ്യേണ്ട. ഇപ്പോൾ +2 പാസ്സായ അല്ലെങ്കിൽ VHSC പാസ്സായ കുട്ടികളാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. കാരണം നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഗവൺമെന്റിന് തന്നെ, അതായത് LBSന് തന്നെ ഡയറക്റ്റ് ആയിട്ട് മാർക്ക് കിട്ടിക്കോളും. ഇനി ആരാണ് മാർക്ക് അപ്ലോഡ് ചെയ്യേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം +2 പാസ്സായ കുട്ടികൾ, 2022 മുൻപേ പാസ്സായവര്, മറ്റ് ബോർഡുകളിൽ പരീക്ഷ എഴുതിയവർ, CBSE ICSE ബോർഡിൽ പരീക്ഷ എഴുതിയ കുട്ടികളൊക്കെ തന്നെ അവരുടെ മാർക്ക് അക്കാദമിക് ഡാറ്റ പേജിൽ രേഖപ്പെടുത്തണം. അപ്പൊ നമ്മൾ കാത്തിരിക്കണം. CBSE റിസൾട്ട് വരുന്ന മുറയ്ക്ക് മാത്രമേ നിങ്ങൾക്ക് മാർക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ സമയമുണ്ട്. അടുത്ത മാസം വരെ, ഓഗസ്റ്റ് 20 വരെ സമയമുണ്ട്. അതുകൊണ്ട് തന്നെ CBSE റിസൾട്ട് വന്ന് നിങ്ങളുടെ മാർക്കും കൂടി അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപ്പൊ നിങ്ങളുടെ മാർക്ക് നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. അതുപോലെ കഴിഞ്ഞ വർഷം പാസ്സായിട്ടുള്ള കുട്ടികൾ, HSC ആയാലും VHSC ആയാലും റിപ്പീറ്റേഴ്സ് ഒക്കെ ഉണ്ടാവും, അവരും ഈ വർഷം അവരുടെ മാർക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. എല്ലാ കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പാരന്റ്സ്, ഗാർഡിയൻസിന്റെ ഒക്യുപ്പേഷൻസ് കാര്യങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം സിമ്പിൾ ആയിട്ടുള്ള കൊടുക്കാൻ. ഇവിടെ തന്നെ അതിന്റെ സെലക്ഷൻസ് മോഡും ഉണ്ടാവും. ഇതിൽ ക്ലിക്ക് ചെയ്താൽ സെലക്ട് ചെയ്യാനായുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. അത് വെച്ചിട്ടാണ് നിങ്ങൾ സെലക്ഷൻസ് കൊടുക്കേണ്ടത്. എന്നിട്ട് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇനി അടുത്തതായിട്ട് അക്കാദമിക് ഡാറ്റ ഷീറ്റ് ആണ് ഫില്ല് ചെയ്യേണ്ടത്. ഇനി നമ്മുടെ കുട്ടികൾ പഠിച്ചിരിക്കുന്നത് കേരളയിലെ സാധാരണ +2 സ്കൂളിലല്ല, HSC എന്നുള്ളത്, അല്ലെങ്കിൽ VHSCയിൽ പഠിച്ചവരാണെങ്കിൽ നിങ്ങൾ അപ്ലോഡ് ഹോൾ ടിക്കറ്റ് ആണ് ഞാൻ പ്രത്യേകം പറഞ്ഞു. ഇല്ലാത്തവരാണ് മാർക്ക് ലിസ്റ്റ്, നിങ്ങളുടെ നെറ്റിൽ നിന്ന് കിട്ടുന്ന മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്യേണ്ടത്. ദേ ഡു നോട്ട് നീഡ് ടു എൻ്റർ ദി മാർക്ക് ഡീറ്റെയിൽസ് ഇൻ ദി അക്കാദമിക് ഡാറ്റ. അവരുടെ മാർക്ക് ഡീറ്റെയിൽസ് ഇവിടെ നിങ്ങൾ എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാത്തവർ CBSEക്കാരോ അല്ലെങ്കിൽ ICSE അതർ ബോർഡുള്ള കുട്ടികളൊക്കെ അവരുടെ മാർക്ക് ഇവിടെ എൻ്റർ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അതർ ബോർഡുള്ളത്, ഈ HSC VHSC അല്ലാത്ത ബോർഡുകൾ, CBSE ICSE ഉള്ളവർ മാർക്ക് അപ്ലോഡ് ചെയ്യണം. കൂടാതെ കഴിഞ്ഞ വർഷം പാസ്സായിട്ടുള്ള കുട്ടികളും മാർക്കുകൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ഒറിജിനൽ മാർക്ക് ഷീറ്റ് കിട്ടാത്തതുകൊണ്ട് ഈ ഭാഗം ഫില്ല് ചെയ്യേണ്ട. കഴിഞ്ഞ വർഷം പാസ്സായവരോ CBSE ബോർഡുള്ളവരോ ഇവിടെ മാർക്ക് ഫില്ല് ചെയ്താൽ മതി. അവരുടെ ഓരോ സബ്ജക്റ്റിന്റെ നേരെ മാക്സിമം മാർക്കും ഇപ്പോൾ കിട്ടിയ മാർക്കും കൂടി കൊടുക്കാവുന്നതാണ്. ഇനി 2 വർഷത്തെ ഗ്രാൻഡ് ടോട്ടൽ 2 വർഷത്തും കൂടിയാണ് ഇവിടെ ടോട്ടൽ മാർക്സ് എന്ന് കൊടുത്തിട്ടുള്ളത്. മാർക്ക് ഒപ്റ്റെയിൻ എത്രയാണെന്ന് കൊടുക്കാവുന്നതാണ്. ഇനി
കുട്ടികളെ നിങ്ങൾക്ക് ഏത് സ്റ്റേജിൽ നിന്നും എക്സിറ്റ് ചെയ്യാവുന്നതാണ്. കുറച്ച് സമയം കഴിഞ്ഞിട്ട് വീണ്ടും നിങ്ങൾക്ക് എൻട്രി ചെയ്താൽ മതി. നിങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ പാസ്വേഡും ആപ്ലിക്കേഷൻ നമ്പറും കൊടുത്തു കഴിഞ്ഞാൽ എൻട്രി കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോയിലേക്കായിരിക്കും വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. ഇവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ എൻട്രി നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഏത് സ്റ്റെപ്പ് വരെ ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവുന്നതായിരിക്കും. അപ്പൊ ഇവിടെ എല്ലാം കാണുന്നതായിരിക്കും. ആപ്ലിക്കേഷൻ എൻട്രി കംപ്ലീറ്റഡ് ആണ്, ഫോട്ടോസ് ആൻഡ് അപ്ലോഡഡ് കംപ്ലീറ്റഡ് ആണ്, ഡോക്യുമെന്റ്സ് അപ്ലോഡഡ് കംപ്ലീറ്റഡ്, മാർക്ക് എൻട്രി കംപ്ലീറ്റഡ്. ഇത് ആവശ്യമുള്ളവർ ചെയ്താൽ മതി. പിന്നെ നമുക്ക് ഇനി അവസാനമുള്ളത് ഫൈനൽ കൺഫർമേഷൻസ് ആണ്, അത് പെൻഡിങ് ആണ്. അപ്പൊ അതും കൂടി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വർക്ക് പൂർത്തിയായി. ഇതാണ് കുട്ടികളെ ഫൈനൽ കൺഫർമേഷൻ. ഫൈനൽ കൺഫർമേഷൻ നിങ്ങൾ നന്നായിട്ട് ചെക്ക് ചെയ്തിട്ട് മാത്രമേ കൺഫേം കൊടുക്കാൻ പാടുള്ളൂ. എല്ലാം ഒരിക്കൽ കൂടി ചെക്ക് ചെയ്യുക. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരിലോ ഇമെയിൽ ഐഡിയിലോ ഫോൺ നമ്പറിലോ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ബട്ടണിൽ പോയിട്ട് അത് കറക്റ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ എല്ലാ കാര്യങ്ങളും വന്നോ നോക്കേണ്ടതാണ്. മൈനോറിറ്റി കോട്ട ഉണ്ടോ, റിസർവേഷൻ കാറ്റഗറി, OEC ആണോ, നോൺ ക്രിമിനൽ ഉണ്ടോ, ഈ കാര്യങ്ങളൊക്കെ തന്നെ നോക്കുക. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സ്പെഷ്യൽ റിസർവേഷൻ കാറ്റഗറി ഇവിടെ വന്നിട്ടുണ്ടോ, നിങ്ങൾ അക്ഷയ കേന്ദ്രത്തിൽ നിന്നാണ് ലഭിക്കുന്നതെങ്കിൽ ഈ ഒരു പ്രിന്റഡ് കോപ്പി നിങ്ങൾക്ക് തരും. ഇതൊന്ന് നിങ്ങൾ ഫൈനൽ ക്രോസ് ചെക്ക് ചെയ്യേണ്ടതാണ്. ഇത് ഇവിടെ കൊടുത്തിരിക്കുന്ന ഇത് LBSൽ കൊടുത്തിരിക്കുന്ന ഒരു മോഡൽ ഫോം മാത്രമാണ് കുട്ടികളെ. നിങ്ങൾക്കിത് മനസ്സിലാക്കി തരുവാനാണ് പറയുന്നത്. അത് ഓരോ കുട്ടിയും പേഴ്സണൽ ആയിട്ടാണ് ചെക്ക് ചെയ്യേണ്ടത്. നമ്മൾ ആരെ ഏൽപ്പിക്കാൻ പാടില്ല. നമ്മൾ പ്രത്യേകം പറയുന്നു. ഫൈനൽ കൺഫർമേഷൻ നൽകുന്നതിന്റെ മുന്നേ ആയിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങളൊന്ന് സ്ക്രോൾ ചെയ്തിട്ട് നോക്കേണ്ടതാണ്. എന്നിട്ടാണ് നിങ്ങൾ ഈ ഡിക്ലറേഷനിൽ ഇവിടെ സൈൻ ചെയ്യേണ്ടതുള്ളൂ. ഈ ഒരു ഡിക്ലറേഷനിൽ ഇവിടെ ഒരു ടിക്ക് മാർക്ക് ഉണ്ട്, അത് നിങ്ങൾ കൊടുക്കേണ്ടുള്ളൂ. ഓക്കെ. അപ്പൊ എല്ലാവരും സ്വന്തമായിട്ട് ചെയ്യുന്നവരാണെങ്കിലും പ്രൈവറ്റ് ഏജൻസിയിൽ ചെയ്യുന്നവരാണെങ്കിലും ഒക്കെ തന്നെ ഈ ഒരു ഡിക്ലറേഷൻ ഫോം നിങ്ങൾ നന്നായിട്ട് ചെക്ക് ചെയ്യുക. അതിനുശേഷം മാത്രം ഇവിടെ നിങ്ങൾ ടിക്ക് മാർക്ക് കൊടുത്തിട്ട് ഫൈനൽ കൺഫർമേഷൻസ് കൊടുക്കാവുന്നതാണ്. ഫൈനൽ കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ കുട്ടികളെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഹോമിലേക്ക് പോയിട്ട് നിങ്ങൾക്ക് ഏതിലാണോ എഡിറ്റ് ചെയ്യേണ്ടത് അവിടെ പോയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ. ഫൈനൽ കൺഫർമേഷൻസ് കൊടുത്തു. ഫൈനൽ കൺഫർമേഷൻ നൽകി കഴിഞ്ഞാൽ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. ഒന്ന്, അതിന്റെ ഒരു പ്രിന്റ് ഔട്ട് കോപ്പി എടുത്തു വെക്കുക, ഈ ഫൈനൽ കൺഫേം ചെയ്തിട്ടുള്ള ആ ഷീറ്റ്. കൂടാതെ നിങ്ങൾ ഫീ അടച്ചിട്ടുള്ള റെസിപ്റ്റ് നിങ്ങൾ കിട്ടിയിട്ടുണ്ടാവും, ആ റെസിപ്റ്റും നിങ്ങൾ കയ്യിൽ കരുതണം. ഇത് നിങ്ങൾക്ക് അടുത്ത ഘട്ടത്തിൽ ആവശ്യമായിട്ട് വരും. അത് എപ്പോഴാണെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ. ഇതോടുകൂടി നിങ്ങളുടെ ജോലി പൂർത്തിയായി. ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപ്പൊ നമ്മളിനി ഈ ലാസ്റ്റ് സ്റ്റെപ്പ് ഫൈനൽ കൺഫർമേഷൻ പേജ് ആയിരിക്കും നിങ്ങൾക്ക് അക്ഷയ കേന്ദ്രത്തിൽ നിന്നൊക്കെ തരുന്നത്. നിങ്ങൾ പ്രൈവറ്റ് ഏജൻസിയിലാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ അതൊന്നും കൂടി വാങ്ങി നന്നായിട്ട് ചെക്ക് ചെയ്യണം. ഓരോ വരിയും വായിച്ച് കുറച്ച് സമയമെടുത്ത് ചെയ്യുക. ധൃതി കൂട്ടണ്ട. നിങ്ങൾ സമയം എടുത്തിട്ട് തന്നെ ചെക്ക് ചെയ്യുക. ഓരോന്നും വായിച്ച് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ്. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒന്നിച്ച് അവിടെ മാർക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾ അത് എഡിറ്റിൽ പോയിട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പൊ കുട്ടികളെ തുടർന്നും LBSന്റെ അഡ്മിഷൻ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ അത് കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ ശ്രമിക്കുക. ഓക്കെ. ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.